മഴക്കാലത്ത് വീടിനെ സംരക്ഷിക്കാൻ ചെയ്യേണ്ട കുറച്ച് മുൻകരുതലുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീടിൻ്റെ ബേസ്മെൻറ്റ് തന്നെയാണ്. വീടിൻ്റെ ബേസ്മെൻറ്റ് ചെയ്യുമ്പോൾ വാട്ടർ പ്രൂഫിംഗ് മസ്റ്റായിട്ട് ചെയ്യുക. കാരണം മഴ വരുന്ന സമയത്ത് മഴവെള്ളം തങ്ങി നിന്ന് ഇതിൻ്റെ ഈർപ്പം നമ്മുടെ ചുവരുകളിൽ കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് ഒഴിവാക്കാൻ വാട്ടർ പ്രൂഫിംഗ് നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെ 5 സെൻറ്റിമീറ്റർ വിട്ടിൽ നമ്മൾ ചാന്ത് ബോർഡർ ചെയ്ത് കഴിഞ്ഞാൽ കോൺക്രീറ്റിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഈർപ്പവും നമുക്ക് ഈ ബോർഡർ വഴി തടയാൻ സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഒരു വീടിൻ്റെ എലിവേഷൻ തയ്യാറാക്കുമ്പോഴോ അല്ലെങ്കിൽ വീട് പണിയുമ്പോഴോ നിങ്ങൾ ജനലിൻ്റെ തൊട്ട് മേളിൽ മസ്റ്റായിട്ട് ഒരു 60 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് തള്ളിയെങ്കിലും നിങ്ങൾ ഒരു സൺഷെയ്ഡ് ചെയ്തിരിക്കണം. കാരണം അതിൽ നിന്ന് വരുന്ന മഴവെള്ളം ഒരുവിധം നമുക്ക് ജനലിനെ സംരക്ഷിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ചെയ്യേണ്ടത് വാട്ടർ ഫ്ലോ ആണ്. നിങ്ങളൊരു വസ്തു മേടിക്കുവാണെങ്കിൽ അതിൻ്റെ വാട്ടർ ഫ്ലോ എങ്ങോട്ടാണെന്ന് മസ്റ്റായിട്ട് നോക്കിയിരിക്കണം. മഴവെള്ളം ഒഴുകി വരുന്ന റൂട്ട്, അതായത് മഴവെള്ളം ഒഴുകി വരുന്ന സമയത്ത് എങ്ങോട്ടാണ് അത് പോകുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ നിങ്ങൾക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ മഴവെള്ളം കെട്ടി നിന്ന് നമ്മുടെ വീടിൻ്റെ ആ ഫ്ലോട്ട് നിറയുകയും നമ്മുടെ വീടിൻ്റെ മെയിൻ്റനൻസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സോ നമ്മളൊരു ഫ്ലോട്ട് വാങ്ങാൻ പോകുമ്പോഴോ നമ്മുടെ ഫ്ലോട്ടിലോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മഴ പെയ്തു കഴിഞ്ഞാൽ മഴവെള്ളം പോകുന്ന ഫ്ലോയാണ് കൃത്യമായിട്ട് ചാർട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു വീട് പണിയുമ്പോൾ ട്രഡീഷണൽ വീടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജാളി നമ്മുടെ ഈ എയർ ഹോളിനെക്കാട്ടും ഒരുപാട് വലുതാക്കി സെറ്റ് ചെയ്യുകയും പിന്നെ ഭയങ്കര ഒരു മെനക്കേടായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ എയർ ഹോൾ ചെയ്യുന്നത് കോൺക്രീറ്റിൽ നിന്നും ജസ്റ്റ് താഴ്ത്തിയുള്ള ഏരിയയിലാണ് നമ്മൾ എയർ ഹോൾ ചെയ്യുന്നത്. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് ആ എയർ ഹോൾ സൈസ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെർമനൻ്റായിട്ട് ക്ലോസ് ചെയ്യുക. ഇല്ലെങ്കിൽ ആ എയർ ഹോളിൻ്റെ സ്ഥാനം അത്രയും മാത്രം ഓപ്പൺ ആക്കിയിട്ടിട്ട് ബാക്കി നിങ്ങൾ ഗ്ലാസ് ചെയ്ത് മറയ്ക്കുകയും ചെയ്യുക. സാധാരണ ഈ ലൈറ്റ് കിട്ടാനൊക്കെയാണ് ഒരുപാട് പേര് ചെയ്യുന്നത്. ലൈറ്റ്, തണുത്ത കാറ്റുള്ളിൽ കയറാനൊക്കെയാണ് ജാളി ചെയ്യുന്നത്. പക്ഷേ ഈ ജാളി ചെയ്യുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ മഴവെള്ളത്തിൻ്റെ വിഷറി അടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് മഴവെള്ളം വീഴാനും സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ കാർ പാർക്കിംഗ് സെറ്റ് ചെയ്യുമ്പോൾ ഇപ്പം ഭൂരിഭാഗം എല്ലാവരും ചെയ്യുന്നത് വീടിനോട് ചേർത്തല്ല കാർ പാർക്കിംഗ് ചെയ്യുന്നത്, മറിച്ച് മാറി ഒരു ടെമ്പററി പോർച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടെമ്പററി പോർച്ച് ചെയ്യുമ്പോൾ നിയറസ്റ്റ് ഗേറ്റ് അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ ഗേറ്റുമായിട്ട് ആ കാർ പോർച്ച് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഗേറ്റ് തുറക്കുന്ന സമയത്തോ ഇതിൻ്റെ അകത്ത് കയറുന്ന നനയാൻ സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൻ്റെ അകത്ത് വണ്ടി കയറ്റുമ്പോൾ തന്നെ നനഞ്ഞുകൊണ്ട് നേരെ വീട്ടിൽ കയറുന്ന ഒരു അവസ്ഥയാണ്. മറ്റേതാകുമ്പോൾ ഒരാൾ ഇറങ്ങി ആ ഗേറ്റ് തുറന്നിട്ട് അകത്ത് കയറി കഴിഞ്ഞാൽ ബാക്കി ആരും നനയുന്നില്ല, എല്ലാവരും സേഫായിട്ടിരിക്കുന്നുമുണ്ട്. അതുമാത്രമല്ല, ഓഫീസിലൊക്കെ പോയിട്ട് സിംഗിളായിട്ട് വരുന്ന സമയത്ത് വൈഫോ കൂടെ വർക്കേഴ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അകത്തുനിന്ന് പുറത്ത് വന്ന് തുറക്കാനായിട്ടും അവർക്ക് നനയുന്ന ആവശ്യമില്ല, നനയേണ്ട കാര്യങ്ങളുമില്ല, എല്ലാം സേഫ് ആൻഡ് സെക്യൂർഡായിട്ട് മാറും. വീട്ടിൻ്റെ ബാൽക്കണി പണിയുന്ന സമയത്തും നിങ്ങൾ ഈ സൺഷെയ്ഡ് കൃത്യമായിട്ട് അളവിന് കൊടുക്കുക. കാരണം വിഷറി അടിക്കുമ്പോൾ ആ സൺഷെയ്ഡ് നല്ല രീതിയിൽ വെള്ളമാവുകയും അവിടെ സ്ലിപ്പായി ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതേപോലെ തന്നെ സിറ്റ് ഔട്ട് ചെയ്യുമ്പോൾ എന്ത് ഔട്ട്ലെറ്റ് കാര്യങ്ങൾ പാഷ് ചെയ്യുവാണെങ്കിൽ പോലും നിങ്ങളവിടെ ആ ഒരു മഴവെള്ളം വീടിൻ്റെ അകത്ത് കയറാതെ കൃത്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഈ മഴവെള്ളം അകത്ത് കയറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മാറ്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല സ്മെല്ലാവുകയും ഒരുപാട് വരുന്ന ഗസ്റ്റുകൾക്ക് അരോചകമായിട്ടുള്ള സ്മെല്ല് ക്രിയേറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഒരു മഴ പെയ്താലോ മഴ പെയ്യുന്ന മുമ്പോ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ മഴ മാത്രമല്ല, മഴ, ചൂട്, എല്ലാ കാലാവസ്ഥകളും വരുന്നുണ്ട്. അപ്പം നിങ്ങൾ കൂടുതലും എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മുടെ വീടുകൾക്ക് ഉണ്ടാവുന്നതാണ്. ഇപ്പം അതേപോലെ തന്നെ ഈ ചുരുങ്ങുന്നതും വികസിക്കുന്നതും, ഒരു ജനലാണെങ്കിലോ തടി സംബന്ധമായിട്ടുള്ള ഡോറുകളോ വളയുന്നതും വികസിക്കുന്നതും ചുരുങ്ങുന്നതൊക്കെ അത് കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതൊരു പ്രോബ്ലമല്ല, അത് നേച്ചറാണ്. ആ നേച്ചറിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തന്നെ നമ്മൾ മേക്കിങ്സ് കൃത്യമായിട്ട് നടത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ. അതേപോലെ ഈ ഡോർസ്, കുറ്റികളാണെങ്കിലോ ബാക്കി കാര്യങ്ങൾ തുരുമ്പിക്കാൻ സാധ്യതയുണ്ട് പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ നേരത്തെ കൂട്ടി അതിനനുസരിച്ചുള്ള വാട്ടർ പ്രൂഫിങ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് മഴവെള്ളം വീഴുന്നാലോ അല്ലെങ്കിൽ ആ കാലാവസ്ഥയ്ക്ക് വ്യതിയാനം വന്നു കഴിഞ്ഞാലോ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രൊട്ടക്ഷൻ. കൂടുതൽ വീടുമായി സംബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുവാനായിട്ട് ജസ്റ്റ് ഫോളോ അവർ പേജ്.